അരുന്ധതി റോയ് എന്ന വ്യക്തി പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും ഹിന്ദുക്കളെ എപ്പോഴും അടിച്ചമർത്തുന്ന ഒരു സ്ത്രീയാണ്. നിലവിൽ അരുന്ധതി റോയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിപ്പോൾ വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. എന്താണെന്നാൽ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് വന്ന 59 രാമഭക്തരാണ് ഗുജറാത്തിലെ ഗോത്ര തീപിടിച്ച ട്രെയിനിൽ വെന്തു മരിച്ചതെന്ന ന്യായവാദവുമായി അരുന്ധതി റോയ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഗോത്രയിൽ ഒരു ട്രെയിനിന് തീപിടിച്ചു. ആ ട്രെയിനിൻ്റെ അകത്ത് വെന്തു മരിച്ചത് 59 രാമഭക്തരാണ് എന്നാണ് അരുന്ധതി റോയ് ഇപ്പോൾ പറയുന്നത്. ഗോത്ര ട്രെയിനിന് തീവച്ച മുസ്ലിം തീവ്രവാദികളെ പൂർണ്ണമായി സംരക്ഷിക്കാനാണ് അരുന്ധതിയുടെ ഈ കള്ളപ്പറച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കള്ളപ്രചാരണം ഇപ്പോൾ ഉണ്ടാവുന്നത്. രാമക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് VHP സംഘടിപ്പിച്ച പൂർണ്ണ ഹൂതി മഹായാഗത്തിൽ പങ്കെടുത്തു മടങ്ങിയ 59 ഹിന്ദുക്കളാണ് ട്രെയിനിൽ വെന്തു മരിച്ചത്. ട്രെയിനിന് മതമൗലികവാദികളായ മുസ്ലിമുകൾ മനഃപൂർവ്വം തീവച്ചതാണെന്ന് നാനാവതി മേത്ത കമ്മീഷന്റെ കണ്ടെത്തലിനെ ശരിവച്ച് പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ചിരുന്നു. ഗുജറാത്ത് ഹൈക്കോടതിയാണ് പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ കുറ്റം ചെയ്ത മതമൗലികവാദി മുസ്ലിമുകളെ രക്ഷിക്കാൻ അപകടം തീപിടുത്തമാണെന്ന് പറയുന്നത് ഒരു UC ബാനർജി കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പക്ഷേ UC ബാനർജി കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. മസ്ജിദ് പൊളിച്ചത് 6/12/1992 അതായത് 1992 6-ാം തീയതി 12-ാം മാസം അതായത് ഡിസംബർ 6-ാം തീയതിയാണ് ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നത്. ഗോത്ര ട്രെയിനിൽ തീവെപ്പ് സംഭവം നടക്കുന്നത് 2022 ഫെബ്രുവരി 27-ാം തീയതിയാണ്. ഇതിനെ ബാബറി പൊളിച്ചുവെന്ന ഭക്തർ എന്നാക്കി മാറ്റുകയായിരുന്നു അരുന്ധതി റോയ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പാറ്റ പാർട്ടിയുടെ സമരപ്പന്തലിലെത്തി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് അരുന്ധതി റോയ് പറഞ്ഞിരുന്നു. ഈ അരുന്ധതി റോയ്ക്ക് പാകിസ്ഥാനിൽ നിന്നടക്കം എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ അല്ലെങ്കിൽ പിന്തുണ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത്തരം കപട സെലക്ടീവ് സർക്കുലർ ജീവികളാണ് തീവ്രവാദികളെക്കാൾ രാജ്യത്തിന് ശാപമെന്ന് കരുതപ്പെടുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആഹാരം കഴിച്ചുകൊണ്ട് അരിയാഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തിനെതിരെ തിരിഞ്ഞുകുത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അരുന്ധതി റോയെ. ഇസ്ലാമിക തീവ്രവാദികളുടെ ഏത് പ്രവൃത്തിയും നോർമലൈസ് ചെയ്ത് ഹിന്ദുത്വ ഭീകരത എന്നൊക്കെയുള്ള നറേറ്റീവ് ഇറക്കുന്നതിൽ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അരുന്ധതി റോയ് എന്ന് പറയുന്നത്. എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അരുന്ധതി റോയുടെ നിലപാടുകൾ പലപ്പോഴും ഇന്ത്യയിൽ വലിയ രാജ്യ വിവാദങ്ങൾക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കലാപങ്ങൾക്കും ആക്കം കൂട്ടുന്നുണ്ട്. കാശ്മീർ, അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് പ്രശ്നം, സർക്കാരിന്റെ നയങ്ങൾ, ഇന്ത്യൻ ഭരണകൂടം എന്നിവയെക്കുറിച്ചുള്ള അവരുടെ വിമർശനങ്ങളാണ് ഇത്തരം ആരോപണങ്ങൾക്ക് ഒരു ആധാരമായി വരുന്നത്. കാശ്മീരിന് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന അവരുടെ പരസ്യമായ പ്രസ്താവനകളും ആസാദി പോലുള്ള പുസ്തകങ്ങളിലെ പരാമർശങ്ങളും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാശ്മീരിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യത്തെയും അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാശ്മീരുമായി ബന്ധപ്പെട്ട് 2010 നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ കർശനമായ ഭീകരവിരുദ്ധ അതോടൊപ്പം തന്നെ നിയമപരമായ UAPA പ്രകാരം അവരുടെ മേൽ കേസ് ചുമത്താൻ 2024 ഡൽഹി സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇന്ത്യയുടെ ആണവ നയങ്ങളെ ശക്തമായി വിമർശിച്ചിട്ടുള്ള അരുന്ധതി റോയ് ഇന്ത്യയിൽ ആദിവാസി മേഖലകളിൽ നടക്കുന്ന മാവോയിസ്റ്റ് പോരാട്ടങ്ങളെ സർക്കാരിന്റെ അടിച്ചമർത്തലെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച് കാശ്മീർ ഭരണകൂടം അരുന്ധതി റോയുടെ ആസാദി അടക്കമുള്ള 25ഓളം പുസ്തകങ്ങൾ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം അവിടെ സുരക്ഷ ഏർപ്പാടാക്കുന്നതും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ രാമജന്മഭൂമിയിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതോടക്കം അരുന്ധതി റോയ് വലിയ രീതിയിൽ വിമർശനം സൃഷ്ടിക്കുന്നുണ്ട്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യദ്രോഹികളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പ്രചാരണങ്ങളാണ് അല്ലെങ്കിൽ മറുപടികളാണ് അരുന്ധതി റോയ് പല തവണയും അരുന്ധതി റോയുടെ സമൂഹ മാധ്യമങ്ങൾ അടക്കം അല്ലെങ്കിൽ ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി വിളിച്ചു കൂട്ടുന്നത്. ഒരർത്ഥത്തിൽ അരുന്ധതി റോയുടെ ഈ നിരോധിച്ച 25 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ഒരു രീതി. ഒരർത്ഥത്തിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ കൂട്ടത്തോടെ തീവ്രവാദത്തിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു പരാമർശങ്ങളാണ് അരുന്ധതി റോയ് അവരുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് അത് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ഈ പുസ്തകം നിരോധിക്കണമെന്ന ഒരു നിർദ്ദേശത്തിലേക്ക് എത്തിയത്. അങ്ങനെ
അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പുസ്തകങ്ങളെല്ലാം തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വലിയ രീതിയിൽ ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ കോട്ടം തട്ടുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ആ ബുക്കുകളെല്ലാം തന്നെ നിരോധിച്ചത്. പക്ഷേ പലപ്പോഴും ഈ പാക് അധീന കാശ്മീർ അത് ഇന്ത്യയുടെ ഭാഗമല്ല, അതൊക്കെ പാകിസ്ഥാന്റെയാണ്, കാശ്മീർ പാകിസ്ഥാന്റേതാണ് എന്നൊക്കെ ഉള്ള ഒരു വലിയ രീതിയിൽ രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അരുന്ധതി റോയുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ കുറച്ചൊക്കെ കണ്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ നടിക്കുന്നുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടാക്കി കലാപം നടത്താനായിട്ടുള്ള അരുന്ധതി റോയ് പല ചർച്ചകളും അല്ലെങ്കിൽ പല സംസാരങ്ങളും നടത്തുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അരുന്ധതി റോയുടെ പേരിൽ കേസെടുക്കുന്നത്. ഈ പരാമർശത്തിലും അരുന്ധതി റോയുടെ പേരിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് വന്ന രാമഭക്തരാണ് ട്രെയിനിനകത്ത് വെന്ത് മരിച്ചതെന്നടക്കമുള്ള പരാമർശങ്ങളുടെ പേരിൽ അരുന്ധതി റോയുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള കേസെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്.